ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, എല്ലാവർക്കും പ്രഭാതവന്ദനം. ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിന്റെ മറ്റൊരു സവിശേഷത, മാതൃത്വത്തിന്റെ ആത്മീയ മഹത്വം ഈ അമ്മയിൽ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ തിരുവചനം ഇത് വെളിവാക്കുന്നു. യേശുദമ്പുരാന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന സംഭവമാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. പ്രഭാഷണം കേട്ടിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന്. ഒരു അമ്മയെക്കുറിച്ച് മറ്റൊരു സ്ത്രീയുടെ സാക്ഷ്യമാണ് ഈ മകന്റെ പ്രവർത്തനവും ജീവിതശൈലിയും കണ്ട് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. അതിന് യേശുദമ്പുരാൻ പറയുന്ന മറുപടിയാണ് 28-ാമത്തെ വാക്യം. ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ദൈവവചനത്തിൽ സമ്പൂർണമായി കീഴ്പ്പെടുന്നവരത്രേ ഭാഗ്യവാന്മാരെന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ദൈവവചനത്തിന് സമ്പൂർണമായി കീഴ്പ്പെട്ടവളായിരുന്നു എന്ന് അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് മാതാപിതാക്കളെ കുറിച്ച് മക്കൾക്കുള്ള സാക്ഷ്യവും മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള സാക്ഷ്യവും എപ്രകാരമാണ്? യേശുദമ്പുരാന്റെ പ്രവർത്തനവും ജീവിതശൈലിയും വായിൽ നിന്നുള്ള ലാവണ്യ വാക്കുകളും മധുരമൊഴികളും ഒക്കെ കണ്ടിട്ടാണ് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് ആ യേശുദമ്പുരാന്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം. ഇന്നത്തെ ആധുനിക തലമുറയിൽ മക്കൾക്ക് മാതാപിതാക്കൾക്ക് എന്ത് കൊടുക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളത് ഇതിനൊരു ഉദാഹരണമാണ്. മക്കളുടെ ജീവിതശൈലിയും പ്രവർത്തനവും ഒക്കെ കണ്ടിട്ട് മാതാപിതാക്കൾക്ക് ഒരു സാക്ഷ്യമാകുവാൻ തക്കവണ്ണം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്, ആധുനിക തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ? ദൈവവചനത്തിന് മാതാവ് സമ്പൂർണമായി കീഴ്പ്പെട്ടതുപോലെ ഇന്നത്തെ മാതാപിതാക്കൾക്കും ദൈവവചനത്തിന് സമ്പൂർണമായി വിധേയപ്പെടുവാനും ദൈവ പദ്ധതിയുടെ ഭാഗമായി ദൈവവചനം മക്കൾക്ക് വിളമ്പിക്കൊടുക്കുവാനും ആ വചനത്തോട് ചേർത്ത് മക്കളെ വളർത്തുവാനും തക്കവണ്ണം സാധ്യമാകുന്നു എങ്കിൽ അമ്മ എന്ന പദം ഏറ്റവും ശ്രേഷ്ഠകരമാകും. അതിന് പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് ഉദാഹരണമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.